പൈസ പേ ചെയ്തിട്ടും വെബ്സൈറ്റ് വഴി എല്ലാം ചെയ്തിട്ടും ഇത്രയും ഡിലേ ആണ്, റിപ്ലൈ ഇല്ല. അപ്പൊ കിട്ടോ കിട്ടില്ലെന്ന്. ഇതിലിപ്പോ ഡെലിവറി ടൈം വൈകുന്നതാണോ എന്ന് അറിയത്തില്ല, ഇനി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ കാര്യങ്ങൾ അവര് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റാത്തതാണോ എന്ന് അറിയത്തില്ല. അതിന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മളുടെ OBEYOC കുറിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി ഗൈസ്. നമ്മുടെ മൂപ്പൻസ് വ്ലോഗിലാണ് ഞാൻ ആക്ച്വലി വീഡിയോ കണ്ടത്. OBEYOC എന്ന് പറഞ്ഞ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ദിയാകൃഷ്ണയുടെ സ്ഥാപനമാണ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വലിയൊരു സ്റ്റോറാണ് ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്ന. അതിലും ദിയാകൃഷ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ KK ഫാമിലിയിലെ പെൺകുട്ടിയാണ് ദിയാകൃഷ്ണ. നമ്മുടെ ഹാനയുടെ സഹോദരി കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം ഈ സ്ഥാപനത്തെ കുറിച്ച് നമ്മുടെ മൂപ്പൻസ് വ്ലോഗില് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും പഴയപടിയിലേക്ക് ഏതാണ്ട് ആവുന്ന പോലൊക്കെ പല ഊഹങ്ങൾ നമുക്ക് തോന്നുന്ന വിധത്തിൽ, അതായത് അന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള്, അതായത് സമയത്തിന് സാധനം ആൾക്കാർക്ക് കിട്ടുന്നില്ല, ക്യാഷ് കൈപ്പറ്റിയിട്ട് എന്നാൽ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല, സാധനം ഉണ്ടായിട്ടും ഷിപ്പിംഗ് ടൈം കഴിഞ്ഞിട്ടും സാധനങ്ങൾ ആൾക്കാർക്ക് അരിയിലേക്ക് എത്തുന്നില്ല, പ്രോഡക്റ്റ് കൈപ്പറ്റാനാവാതെ അതൊരു വലിയ വിഷയമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മൂപ്പനെ കുറിച്ച് വോയിസ് അയച്ചു കൊടുക്കുകയും അതിനെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തൊരു വീഡിയോ ഞാൻ കാണാനിടയായി ഗൈസ്. എന്തൊക്കെയാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ OBEYOC കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ കുറെ വിവാദം, അതായത് ഒരുപാട് വലിയൊരു വിവാദത്തിന് ശേഷം വീണ്ടും ദിയാകൃഷ്ണ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി. ഇനി അറിയത്തില്ല, ദിയാകൃഷ്ണ വീണ്ടും എനിക്കറിയില്ല കുഞ്ഞിന്റെ കാര്യവുമായിട്ട് അവര് തിരക്കിലും കാര്യങ്ങളും ഒക്കെയാണോ, വീണ്ടും അതേ പഴയ പടിയിലേക്ക് സ്ഥാപനം മുന്നോട്ട് പോവുകയാണോ, അതിന്റെ പിന്നോടിയായിട്ടാണോ ഈ കാര്യങ്ങൾ. ഒരുപാട് ഗൂഗിൾ റിവ്യൂസിലും കുറെ ആൾക്കാർ ഓർണമെന്റ്സ് സമയത്തിന് കിട്ടുന്നില്ല, ഇന്റർനാഷണൽ കൊറിയർ കൈപ്പറ്റുന്നതിനേക്കാൾ സമയം എടുക്കുന്നത് പോലെ തോന്നുന്നു, ഇന്റർനാഷണൽ കൊറിയറിന് പോലും ഇത്രയും സമയം എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും കമന്റ് ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ റിവ്യൂസിൽ പോയി നോക്കിയപ്പോഴത്തേക്കിന്. അപ്പം നമ്മൾ ഈ വിവാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൃഷ്ണകുമാർ സാർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ഇനി ഇങ്ങോട്ട് പേടിക്കണ്ട, നല്ല വിശ്വസ്തരായ സ്റ്റാഫുകളെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ ഒരു കാര്യമൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഈ ഒറ്റയടിക്ക് കാണുമ്പോഴേ വളരെ വിശ്വസ്തരായ ആൾക്കാരെ, എനിക്കറിയില്ല അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് മേലെ അദ്ദേഹം നിന്നപ്പോൾ വളരെ പറഞ്ഞതായിരിക്കും, ഇനി ഒരിക്കലും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു രീതി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന നമുക്കും ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇപ്പം ചില രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ എരിയും പുകയൊക്കെ കേൾക്കുന്നത് പോലെ തോന്നുന്നു എന്നല്ല, ഒരുപാട് പേര് നമ്മളെ ഗൂഗിൾ റിവ്യൂസിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയത്തിന് സാധനം കിട്ടുന്നില്ല, എന്നാൽ തന്നെ അവർ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നില്ല. എന്തൊക്കെയായാലും ഞാൻ ആ വോയിസ് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കും. ചേട്ടാ, അവരുടെ ഗൂഗിൾ റിവ്യൂസ് തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരുപാട് പേര് പൈസ പേ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ജൂലൈ ആ ഒരു സമയത്ത് ഓർഡർ ചെയ്തവർക്ക് ഇപ്പോഴും പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ റിവ്യൂസിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ ഞാനും ഓർഡർ ചെയ്ത് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഞാൻ ജൂലൈ 30 ആ ഒരു സമയത്ത് ഓർഡർ ചെയ്തത്. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈയും ഇല്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല. പൈസ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഷിപ്പിംഗ് ടൈമും കഴിഞ്ഞതിന് ശേഷം സാധനം വരേണ്ട ദിവസവും കഴിഞ്ഞതിന് ശേഷം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസവും കഴിഞ്ഞതിന് ശേഷം, അതായത് ഷിപ്പിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം വരേണ്ട സമയത്തിന് 2-3 ദിവസം പിന്നെയും വെയിറ്റ് ചെയ്തതിന് ശേഷം ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളായി കേൾക്കുന്നത്. അതായത് സാധനം പൈസ കൈപ്പറ്റിയിട്ടാണ് ഇവർ ആക്ച്വലി സാധനം അയക്കുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെ കാര്യങ്ങളല്ല. അപ്പം നമ്മളൊരു ഉപഭോക്താവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി പൈസ അടച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, അവിടത്തേക്ക് ഓൺലൈൻ ഡെലിവറിയുടെ കാര്യത്തിൽ ഞാനൊക്കെ അതിൽ വാങ്ങുന്ന ഒരാളാണ്. അതായത് ഒരു ദിവസം നമ്മൾ പറയുന്ന സമയത്തേക്കാൾ ചിലപ്പോൾ മുന്നേ ആൾക്കാർ വന്ന സാധനമായിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. എത്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ആ ഒരു ഡെലിവറിയെ കുറിച്ചൊക്കെ നമുക്കൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അന്നേരം ഈ കുട്ടി പറയുന്നത് സാധനം പൈസ അടച്ചിട്ട് പിന്നെ യാതൊരു റെസ്പോൺസും ഇല്ല, അപ്പൊ അതിന്റെ കാര്യം അപ്പൊ അങ്ങനെ ഒരു ഉപഭോക്താവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനത്തിന് എന്ത് വിശ്വാസം എന്നുള്ളതുള്ളതാണ്. അത് നേരത്തെ ഈ കാര്യം തന്നെയാണ് അന്നോട് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ സ്റ്റാഫ് ഒന്നും അല്ല ഇപ്പൊ ആക്ച്വലി നിൽക്കുന്നത്. ഒരു മെസ്സേജിന് വല്ലതും റിപ്ലൈ ചെയ്യും, വാട്ട് ഈസ് യുവർ നെയിം അങ്ങനെ വല്ലതും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ ഓൾറെഡി പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് അത് സെൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് അവർ കെയർലെസ് ആവുന്നതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്യാറില്ല പൊതുവെ, പക്ഷെ ഈ അടുത്ത വീഡിയോ നിങ്ങൾ പറഞ്ഞു സ്റ്റാഫിനെ മാറ്റി, ഇപ്പൊ ഭയങ്കര നല്ല സ്റ്റാഫാണ്, എല്ലാം പക്കയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ആ ക്രിമിനൽസിനേക്കാളും മോശം സ്റ്റാഫാണെന്ന് തോന്നുന്നു ഇപ്പൊ പ്രോഡക്റ്റ്. അപ്പൊ ഈ കുട്ടി എനിക്ക് തോന്നുന്നു നേരത്തെ അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അവര് പിന്നെയും പ്രോഡക്റ്റ് താമസിച്ചാലും അയച്ചു തരുമായിരുന്നു എന്ന് ഈ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്. കാരണം സാധനം, അതായത് പൈസ കൊടുത്തിട്ട് സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഏതൊരു കസ്റ്റമറിനും സംഭവിച്ചേക്കാവുന്ന ആദ്യം. ഇപ്പൊ നമ്മളിപ്പം സാധനം കയ്യിൽ എത്തിയിട്ട് ക്യാഷ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു പർച്ചേസിങ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതാണ്.
അല്ലെ? സാധനം വന്നാൽ പൈസ കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ വരുമ്പം കസ്റ്റമറിനെ അപ്പുറത്ത് നമ്മൾ കസ്റ്റമറിനോട് അങ്ങേയറ്റം കുറച്ചുകൂടി എന്താണ് 100-ൽ ഒരു 98% അല്ലെങ്കിൽ 100-ൽ കുറച്ച് 80% കസ്റ്റമറിനോട് ആത്മാർത്ഥ പുലർത്തേണ്ട ഒരു പർച്ചേസിംഗ് ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അതായത് ചില ആവശ്യങ്ങൾക്കായിരിക്കും അവർക്ക് സാധനം അവർ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്നത്. കാരണം ഇത് ഓർണമെന്റ്സ് ആണ് ആക്ച്വലി ഒബയോസി എന്ന് പറയുന്നത്. അത് അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം. അന്നേരം ഓർണമെന്റ്സ് ആകുമ്പോൾ ചില പാർട്ടി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ ഓർഡർ ചെയ്തിട്ടായിരിക്കും കാത്തിരിക്കുന്നത്. അന്നേരം സമയത്തിന് സാധനം കിട്ടിയില്ലേ പിന്നെ എന്താണെന്നുള്ള, പ്രത്യേകിച്ച് പൈസ കൊടുത്തിട്ട് സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം അല്ലെ. എന്നിട്ട് സാധനം സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ സ്റ്റാഫുകളെ കുറിച്ച് പറയുന്ന ഞാനാണെങ്കിൽ ന്യൂസിൽ കേട്ടിട്ടുണ്ട്, കൃഷ്ണകുമാർ സാർ, നിങ്ങൾക്ക് ഇനി ഒന്നും പേടിക്കണ്ട, 100% ഇനി തൊട്ട് ഇനിയും വരുന്ന സ്റ്റാഫുകളെ വിശ്വസിക്കാന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് മുൻപരിചയമുള്ള സ്റ്റാഫുകളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് എങ്ങനെ അങ്ങനെ 100-ൽ 100 ഒരു സ്റ്റാഫുകളെ വിശ്വസിക്കാന്നൊക്കെ പറയാൻ പറ്റുന്നു എന്നൊക്കെ ഞാനിന്ന് അദ്ദേഹത്തിന് ബൈറ്റ് കേട്ടിട്ട് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. ക്യാഷ് മുൻകൂട്ടി കൊടുത്തിട്ട് ഒരു പ്രോഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാഷ് മുൻകൂട്ടി വാങ്ങിച്ചിട്ട് പ്രോഡക്റ്റ് സെൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്ന നിലയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കസ്റ്റമറിനോട് അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് 100% നമ്മളോട് ആത്മാർത്ഥത പുലർത്തേണ്ട ഒരു റിലേഷൻഷിപ്പ് എന്നാണ്. അറിയില്ല, പിന്നെ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ യാതൊരു രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോടുള്ള വിശ്വാസം 100% അവിടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിലിപ്പോ ഡെലിവറി ടൈം വൈകുന്നതാണോ എന്ന് അറിയത്തില്ല. ഇനി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയ കാര്യങ്ങൾ അവര് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റാത്തതാണോ എന്ന് അറിയത്തില്ല. പ്രോഡക്റ്റ് മാത്രം നന്നായി പോയ കാര്യമില്ല, സ്റ്റാഫുകളൂടെ നന്നായിരിക്കണം എന്നുള്ളതാണ്. നോസി ചേച്ചി എനിക്കറിയത്തില്ല, കുടുംബകാര്യവുമായിട്ട് വളരെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അന്നത്തെ പോലെ കടയിലുള്ള ഉത്തരവാദിത്തക്കുറവാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഒരുപാട് പേര് ഗൂഗിൾ റിവ്യൂസിൽ നോക്കിയപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതിന് സമയത്തിന് സാധനം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വളരെ വലുതായിട്ട് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കൊറിയറിന് പോലും ഇത്രയും സമയം എടുക്കുന്നില്ല എന്നുള്ള കാര്യം. എന്നാൽ തന്നെ കസ്റ്റമറിനോട് യാതൊരു രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നില്ല ആ ഒരു പ്രവണത. ഒന്നുകിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ ആ സാധനം എടുത്തു കളയുക, അല്ലെങ്കിൽ കസ്റ്റമറിനെ നമ്മൾ എന്താ പറയുക, ഇനി അതുകൊണ്ടാണോ അയക്കാത്തത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവര് പൈസ നമ്മൾ വാങ്ങില്ലല്ലോ, അത് നമ്മൾ ചിന്തിക്കണം. പർച്ചേസിംഗ് ഡിസപ്പോയിന്റ് പറയുന്നുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ സാധനത്തിൽ ഡാമേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, കണ്ട കാര്യമല്ല കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഗൈസ് പഴയ പോലെ ഏതാണ്ടൊക്കെ എന്താണ് പറഞ്ഞത്, അന്നത്തെ സ്റ്റാഫുകൾ ഏതാണ്ട് 1 കോടി രൂപയോളമാണ് ഓസിയിൽ നിന്നും വന്നിട്ട് ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഗൈസ് ഇന്നത്തേക്കുള്ള പറയാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.